ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും തയ്യാറാക്കിയത് ഷെവലിയർ കെ.ഒ. മാത്യു കോങ്കര. ചാപ്റ്റർ 1. ക്ലാസ് 3. മുൻ ക്ലാസുകളിൽ നാം പഠന വിഷയമാക്കിയത് രക്ഷിക്കപ്പെടുവാൻ അഥവാ നിത്യജീവൻ പ്രാപിക്കുവാൻ വിശുദ്ധ സഭ എത്രത്തോളം അനിവാര്യമാണെന്നുള്ളതായിരുന്നു. അതിൽ 1. രക്ഷിക്കപ്പെടുവാൻ വിശുദ്ധ സഭ അനിവാര്യമാണെന്നും 2. ക്രിസ്തുവും തന്റെ സഭയും ഒന്നാണെന്നും അനേകം വചനാടിസ്ഥാനത്തിൽ നാം കണ്ടു. അതിനാൽ വിശുദ്ധ സഭയെ കൂടാതെ നിത്യജീവൻ പ്രാപിക്കാം എന്ന് കരുതുന്നത് ക്രിസ്തുവിനെ കൂടാതെ നിത്യജീവൻ അവകാശമാക്കാം എന്നതുപോലെ അടിസ്ഥാനരഹിതമായ വാദഗതിയാണ്. ഇനിയും നാം അറിയേണ്ട സത്യം ക്രിസ്തു സ്ഥാപിച്ച സഭയേതെന്നും അതിന്റെ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും എന്താണെന്നുള്ളതുമാണ്. ലക്ഷണങ്ങളായി 4 കാര്യങ്ങളാണുള്ളതെന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. ആ 4 ലക്ഷണങ്ങളും ഒന്നു ചേർന്നിരിക്കുന്ന സഭയത്രേ ക്രിസ്തു സ്ഥാപിച്ച തന്റെ സഭയായി നാം അംഗീകരിക്കുന്നത്. ഓരോന്നിന്റെയും അർത്ഥവും വിശദീകരണവുമെന്താണ്? 1. വിശുദ്ധ സഭ കാതോലികമാണ്. വിശുദ്ധ സഭ കാതോലികം എന്ന് ആദ്യം എഴുതിയത് വിശുദ്ധ അന്ത്യോക്യ സഭയുടെ 3-ാം പാത്രിയർക്കീസ് ആയിരുന്ന അഗ്നിമേനായ വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോയാണ്. AD 60 വിശുദ്ധ പത്രോസ് ശ്ലീഹ തന്റെ ശ്ലൈഹിക പര്യടനത്തിനു മുൻപ് അന്ത്യോക്യയിൽ വച്ച് വിശുദ്ധ ഏവദ്യോസിനെയും വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോയും വാഴിച്ചാക്കി അവരെ അന്ത്യോക്യയിൽ തന്റെ പ്രതിനിധികളും പിൻഗാമികളുമായി നിയമിച്ചു. പിന്നീട് വിശുദ്ധ ഇഗ്നാത്തിയോസ് ബന്ധിതനാകുകയും അന്ത്യോക്യയിൽ നിന്നും വിലങ്ങനീക്കപ്പെട്ട് റോമിലെ കൊളോസിയത്തിൽ AD 107 സിംഹങ്ങളുടെ ഭക്ഷണമായി തീർന്ന് ധീരരക്തസാക്ഷിയാകപ്പെട്ടു. മിശിഹ എവിടെയോ അവിടെ കാതോലിക സഭ എന്ന് ഈ വിശുദ്ധ പിതാവാണ് ലോകത്ത് ആദ്യമായി എഴുതിയത്. കാതോലികം എന്ന ഗ്രീക്ക് പദത്തിന് സാർവത്രികം എന്നർത്ഥം ഉള്ളതിനാൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന സഭയാണ് കാതോലികം എന്ന് ചിലർ പറയാറുണ്ട്. ഈ വാദഗതി 2 കാരണങ്ങളാൽ നിരർത്ഥകമാണ്. 1. മോർ ഇഗ്നാത്തിയോസിന്റെ കാലത്ത് സഭ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നില്ല. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ മിക്ക രാജ്യങ്ങളും അന്ന് അറിയപ്പെട്ടിരുന്നില്ലെന്നു മാത്രമല്ല മറ്റു ഭൂഖണ്ഡങ്ങളിലാകട്ടെ അമേരിക്ക പോലും AD 1492 ആസ്ട്രേലിയ AD 1770 കണ്ടുപിടിക്കപ്പെട്ടത് തന്നെ. 2. വിശുദ്ധ സഭ കാതോലികം എന്നു പറയുന്നതിൽ നിന്നും അത് എല്ലാവർക്കും വേണ്ടിയുള്ളതും അത് പൂർണ്ണ സത്യത്തെ പഠിപ്പിക്കുന്നതും നാനാ മനുഷ്യവർഗത്തെ ഭരിക്കുന്നതും ആത്മശരീരങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ചു ഭേദപ്പെടുത്തുന്നതും അതിൽ ആത്മീയമായ എല്ലാ നൽവരങ്ങളുമുള്ളതും സകല സത്യങ്ങളെ പഠിപ്പിക്കുന്നതും എല്ലാ ജാതികളെയും ചേർക്കുന്നതും സകല സ്ഥലങ്ങളിലും വ്യാപരിക്കുന്നതുമായ സഭ എന്നത്രേ വിശുദ്ധ അന്ത്യോക്യ സഭ അർത്ഥമാക്കുന്നത്. 2. ശ്ലൈഹികം അഥവാ അപ്പോസ്തോലിക്. വിശുദ്ധ സഭയ്ക്ക് അപ്പോസ്തോലിക പിന്തുടർച്ചയും ശരിയായ കൈവെപ്പും ഉണ്ടായിരിക്കുകയും അപ്പോസ്തലിക ഉപദേശം അത് സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വിശുദ്ധ സഭ അപ്പോസ്തോലികം എന്ന് പറയുന്നതിൽ നിന്നും നാം ഗ്രഹിക്കേണ്ടത്. അപ്പോസ്തോലിക പിന്തുടർച്ചയെപ്പറ്റി വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു. 1. പിന്തുടർച്ചക്കാർ എങ്ങനെയുള്ളവർ ആയിരിക്കണം? 1 തിമോഥെയോസ് അധ്യായം 3 വാക്യം 10. ആദ്യം അവർ പരിശോധിക്കപ്പെടണം, കുറ്റമില്ലാത്തവരെങ്കിൽ അവർ ശുശ്രൂഷയിൽക്കട്ടെ. അധ്യായം 3 വാക്യം 11. അങ്ങനെ തന്നെ സ്ത്രീകളും പരിപാകതയുള്ളവരും നിർമ്മലമനസ്സുള്ളവരും എല്ലാ കാര്യത്തിലും വിശ്വസ്തകളും ഏഷണി പറയാത്തവരും ആയിരിക്കണം. അധ്യായം 3 വാക്യം 12. ശുശ്രൂഷകൻ ഏകഭാര്യയുള്ളവനും സ്വന്തം ഭവനത്തെയും മക്കളെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. 2. പിന്തുടർച്ച എങ്ങനെ? കൈവെപ്പിനാൽ അഥവാ ബൈ ദ laying of hands. എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. 2 തിമോഥെയോസ് അധ്യായം 1 വാക്യം 6. ആരുടെ മേലും ധൃതിയായി കൈവെപ്പ് നടത്തരുത്. 1 തിമോഥെയോസ് അധ്യായം 5 വാക്യം 22. ഖശീശാമാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഒരുവൻ ഖശീശ അഥവാ പുരോഹിത സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ള വചനം വിശ്വസ്തമാകുന്നു. ഒരുവൻ ഖശീശ ആകുവാന് ആവശ്യമായവ താഴെ പറയുന്നവയാണ്. അവന് കളങ്കമില്ലാത്തവനും ഏകഭാര്യയുടെ ഭർത്താവും വിചാരത്തിൽ ഉണർവുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവനും പഠിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവനുമായിരിക്കണം. മദ്യപ്രിയനും അടിപ്പാന് കൈ നീട്ടുന്നവനും ആയിരിക്കരുത്. പിന്നെയോ അവന് വിനീതനായിരിക്കണം. കലഹപ്രിയനോ ദ്രവ്യാഗ്രഹിയോ ആയിരിക്കരുത്. അവന് സ്വഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തന്റെ മക്കളെ പൂർണ്ണ വിശുദ്ധിയോടെ കീഴ്വഴക്കത്തിൽ നിർത്തുന്നവനുമായിരിക്കണം. സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാന് അറിവില്ലാത്തവൻ ദൈവത്തിന്റെ സഭയെ ഭരിപ്പാന് എങ്ങനെ കഴിയും? അവൻ നിഗളിച്ചിട്ട് സാത്താന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ പുതുശിഷ്യൻ ആയിരിക്കരുത്. അവന് അപമാനത്തിലും സാത്താന്റെ കെണിയിലും വീഴാതിരിക്കേണ്ടതിന് പുറമേയുള്ളവരിൽ നിന്നും
നല്ല സാക്ഷ്യം ലഭിച്ചവനുമായിരിക്കണം. അപ്രകാരം തന്നെ ശുശ്രൂഷകന്മാരും നിർമ്മലർ ആയിരിക്കണം. അവർ ഇരുവാക്കുകാരും മദ്യപ്രിയരും ദുർലാഭമോഹികളും ആയിരിക്കരുത്. പിന്നെയോ അവർ നിർമ്മല മനസാക്ഷിയോടെ വിശ്വാസരഹസ്യം കാത്തുകൊള്ളുന്നവരായിരിക്കണം. ആദ്യം അവർ പരിശോധിക്കപ്പെടണം. കുറ്റമില്ലാത്തവരെങ്കിൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. 1 തീമോത്തിയോസ് അധ്യായം 3 വാക്യം 1 മുതൽ 10 വരെ. വിശുദ്ധ സഭ ശ്ലൈഹികമായിരിക്കണമെങ്കിൽ അത് താഴെ പറയുന്ന ആവശ്യകതകൾ ഉണ്ടായിരിക്കണം. 1. ശ്ലൈഹിക കൈവെപ്പ് മുടക്കമില്ലാതെ തുടർച്ചയായി ഉള്ളതായിരിക്കണം. 2. ശ്ലീഹന്മാരുടെ വിശ്വാസം, ഉപദേശം എന്നിവയെ പാലിച്ചു വരുന്നതായിരിക്കണം. 3. കൈവെപ്പുണ്ടെങ്കിലും ശ്ലൈഹിക വിശ്വാസത്തിന് ഭംഗം വന്നാലും, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കാമെങ്കിലും കൈവെപ്പില്ലാതെ വന്നാലും അത് ശ്ലൈഹിക സഭ എന്ന പേരിന് അർഹമല്ലാതായിത്തീരും. 3. വിശുദ്ധ സഭ ഏകമാകുന്നു. ഏക ദൈവത്തിന്റെ ഏകപുത്രൻ സ്ഥാപിച്ച സഭ ഏകമാകുന്നു. ഏകംശിഹ ഉള്ളതുപോലെ, അഥവാ ഏകരക്ഷകനുള്ളതുപോലെ തന്റെ ശരീരമാകുന്ന സഭയ്ക്കും ഏകമായിരിക്കാനേ സാധിക്കൂ. അതിൽ ഏകവിശ്വാസമേ ഉണ്ടാവൂ. ഏകവിശ്വാസത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഭ ഏകമാകുന്നു. ഏക ദൈവത്തെ ആരാധിക്കുകയും ഏകവിശ്വാസത്തെ പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൃപാമാർഗങ്ങളായ കൂദാശകൾ ഒന്നുതന്നെയാകൊണ്ടും ഏക ആശയങ്കിലേക്ക് നോക്കിപ്പാർക്കുന്നതിനാലും ഏക ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിനാലും സഭ ഏകമാകുന്നു. ശ്ലൈഹിക കാലം മുതൽ ലോകാവസാനം വരെയും വിശുദ്ധ സഭ ഏകമായിരിക്കേണ്ടതാകുന്നു. കാരണം വിശുദ്ധ സഭയുടെ വിശ്വാസം ക്രോഡീകരിച്ചത് വിശുദ്ധ റൂഹായാകുന്നു. ഒരിക്കൽ വിശുദ്ധ റൂഹായുടെ നിയോഗാനുസൃതം നിശ്ചയിക്കപ്പെട്ട വിശ്വാസസത്യങ്ങൾ പിന്നൊരിക്കൽ അതേ വിശുദ്ധ റൂഹായാൽ ദുർബലമാക്കപ്പെടുകയില്ല. വിശുദ്ധ സഭയുടെ വിശ്വാസസത്യങ്ങൾക്ക് ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്ന സമൂഹത്തിന് സത്യസഭ എന്ന വിശേഷണത്തിന് അർഹതയില്ല. ദൈവകൃപയാൽ ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് കൗൺസിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.